ഇൻഫ്ലുവൻസർമാരുടെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് പറയാം. ഇന്നലെ നിങ്ങളൊരു വാർത്ത കണ്ടു കാണും. അതായത് കേരളത്തിലെ ഫാമിലി ഇൻഫ്ലുവൻസർമാരായിട്ട്, അതായത് ഇത്രയും അനുകരണീയരായിട്ടുള്ള മാതൃകാ ദമ്പതിമാർ നമ്മുടെ നാട്ടിലില്ല എന്ന നിലയ്ക്ക് ഫിലോക്കാലിയ എന്ന ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മാരിയോ ജോസഫും ജിജി മാരിയോയും എന്ന ദമ്പതികളായിരുന്നു. എന്നെപ്പോലുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരുടെ മുന്നിൽ നാണിച്ച് തലകുഴിക്കേണ്ടി വരും. അതായിരുന്നു ഇവരുടെ പ്രകടനം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്ത വന്നപ്പോഴാണ് ഈ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന ഈ മാതൃകാ ദമ്പതിമാർ യഥാർത്ഥ ജീവിതത്തിൽ എന്താണെന്ന് നാട്ടുകാർക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതായത് ആ ദമ്പതിമാരുടെ 1-2 ഇൻഫ്ലുവൻസിങ് വീഡിയോ നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ ഭാര്യമാരൊക്കെ കേൾക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് തോന്നുന്ന പുച്ഛം എത്രമാത്രം ആയിരിക്കുമെന്ന് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടേ. നമസ്കാരം ചേട്ടാ, ഇന്നത്തെ ലൈവില് ഞാന് ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് ചേട്ടായോട്, എല്ലാ ലൈവിലുള്ളത് പോലെ. അതെ അതായത് പല സ്ത്രീകളും ചേച്ചിമാരും അനുചിത്തിമാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അതിനെന്താണ് പരിഹാരം? ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് വേറൊരു ഓപ്ഷനില്ല, പോംവഴിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചിയെ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഈ തല്ലുന്ന ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം? തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്നാണ് ഞാൻ ആദ്യം പറയാം. അല്ല, നിയമം അറിഞ്ഞു കഴിഞ്ഞാൽ ബന്ധം അവിടെ കട്ടാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ വഴിയെ പോയാൽ ഡൈവോഴ്സ് നടക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും അത് താല്പര്യമില്ല. പക്ഷെ സഹിക്കണം. സഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതകാലം മുഴുവൻ സഹിക്കാന്ന് പറയുമ്പോ അങ്ങനെയല്ല. ഓക്കെ, ചോദ്യം വളരെ വ്യക്തമാണ്. എനിക്കും വ്യക്തമായി, നിനക്കുമായി, നമ്മളെ കേൾക്കുന്നവർക്കും. ഈ കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളോളം ഇങ്ങനെ കൗൺസിലിങ്ങും ധ്യാനമൊക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത്? ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ തല്ലിയെന്ന്? കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? യെസ്, എന്തിനാണ്? കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരുത്തനെ പിടിച്ചിട്ട് തല്ലുവോ? എന്തിനാ തല്ലില്ല. ഒരാളെ തല്ലണമെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ല നമ്മൾ കയറി തല്ലുള്ളൂ.